ആറമ്പിള്ളി സെയിന്റ് ജോസഫ് ഇടവകയിലെ വിശ്വാസ പരിശീലന വാർഷികം ആഘോഷിച്ചു. 2025 സെപ്റ്റംബർ 28 ഞായറാഴ്ച വൈകിട്ട് വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം തൃശൂർ അതിരൂപത ബൈബിൾ പ്രേക്ഷിതത്വം ഡയറക്ടർ റവറന്റ് ഡോക്ടർ ദിജോ ഒലക്കെങ്കിൽ നിർവഹിച്ചു. ഇടവക വികാരി റവറന്റ് ഫാദർ സൈമൺ തേർമഠം അധ്യക്ഷത വഹിച്ചു. ആറമ്പിള്ളി കോൺവെന്റ് മദർ സിസ്റ്റർ റാണി ASC, ഇടവക കൈക്കാരൻ ജോസഫ് MV, PTA പ്രസിഡന്റ് OJ ബൈജു, സ്കൂൾ ലീഡർ അമിത് ജെയിൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി അൽഫോൺസ റിപ്പോർട്ട് അവതരണം നടത്തി. 14 വർഷം വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ പ്രിൻസിപ്പാളായി സ്തുത്യർഹമായ സേവനം ചെയ്ത ടോമി APയെ മെമന്റോ നൽകി ആദരിച്ചു. ജപമാല മാസാചരണത്തോടനുബന്ധിച്ച് CLCയുടെ നേതൃത്വത്തിൽ 1 ലക്ഷം ജപമാല ചൊല്ലി സമർപ്പിക്കുന്ന ആവേ മിഷൻ എന്ന ജപമാല യജ്ഞത്തിന്റെ ഉദ്ഘാടനം വികാരി ഫാദർ സൈമൺ തേർമഠം നിർവഹിച്ചു. വിശ്വാസ പരിശീലന ക്ലാസുകളിൽ മുടങ്ങാതെ വന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ക്ലാസുകളിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിശ്വാസ പരിശീലനം പ്രിൻസിപ്പാൾ മാർവിൻ ജോസ് സ്വാഗതവും വൈസ് പ്രിൻസിപ്പാൾ മറീന ജോയ് നന്ദിയും പറഞ്ഞു. അധ്യാപിക ജിക്സി പ്രോഗ്രാം അവതാരകയായി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കൃഷിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. കൃഷിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ തിന്മ കാണാതെ കാക്കണമേ.
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ. ഉയിരിൻ നാഥനേ, ഉലകിൻ നാദിയേ, ഇരുളിൻ വീഥി തിരിയാൻ നീ വരൂ. ഉയിരിൻ നാഥനേ, ഉലകിൻ നാദിയേ, ഇരുളിൻ വീഥി തിരിയാൻ നീ വരൂ. ആരംഭമെന്നും മഴലാഴങ്ങൾ നീങ്ങാൻ നീ എന്ന നാമം പൊരുളേ. എന്റെ ഉൾപ്പാതയിൽ ഉൾപ്പൂവമേ തൂങ്ങിയിടുന്നു. എന്റെ കണ്ണീർത്തണം തൂവാതെ പോൽവാക്കുന്നു നീ. പാട്ടെന്ന് വെച്ചാ എനിക്ക് ജീവനാണ്. പാട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചൊക്കെ. ആ, അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടിയിട്ട് പോയാൽ മതി. അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടും നോശാന പാടാം. അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവ് കാക്കുവാൻ കുർബാന കൂടാം. ആത്മാവിൻ വാതിൽ തുറക്കാം, അൾത്താരയ്ക്കുള്ളിൽ സ്തുതിക്കാം, അനുതാപമുള്ളിൽ നിറയ്ക്കാം, അവിടേക്കതെല്ലാം കൊടുക്കാം. ദൈവത്തിന്റെ കുഞ്ഞാടിനോടത്ത് ജീവിതത്തൊന്നു കയറാം. കൊള്ളാലോ കളി. അടുത്ത പോലത്തെ புதிய துவக்கம் எனக்கு தந்து என்ன மேன்மைப்படுத்துனீங்க ஐயா. புதிய துவக்கம் எனக்கு தந்து என்ன மேன்மைப்படுத்துனீங்க. கழிப்பின் சத்தமும் மகிழ்ச்சியின் சத்தமும் திரும்ப கேட்க பண்ணீங்க. துதியும் பாடலும் நாவல வச்சு என்ன மகிழ செஞ்சீங்க. உயரத்தில் ஏற்றி வச்சீங்க, என்ன ஓஹோன்னு வாழ வச்சீங்க. உயரத்தில் ஏற்றி வச்சீங்க, என்ன ஓஹோன்னு வாழ வச்சீங்க.
പരത്തി അഞ്ജനവും കസ്തൂരിയും നിരത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും വിരുത്തി പെണ്ണവളെ മങ്കമാർ കൊണ്ടിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂര പന്തലില് ചെമ്പകപ്പൂ കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂര പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി വരത്തി എന്തിനായി മന്ദവാർത്തി ചെന്താമര കൈപ്പടം മൂടുന്നു മൈലാഞ്ചി ചൊല്ലു തൊഴി മൈലാഞ്ചി ഹൗവ പണ്ട് ചെയ്ത പാപം തീരാനീശോ കൽപ്പിച്ചു തന്നതി മൈലാഞ്ചി കേളു തൊഴി മൈലാഞ്ചി ഉറകൾ സകല മകളുവതിന് മണിയണമിതു തരുണികൾ മാർത്തോമൻ മണിയുടെ മഹിമകളൊഴുകി പാൽചോറും കഴിപ്പിച്ചു പതിവുകൾ നടത്തി കൊണ്ടാടുമ്പോൾ മാലോകരും പ്രാർത്ഥിച്ചു തുടരും തെറ്റുകുറ്റം പൊറുത്ത് വന്നല്ലോ കണ്ടില്ലേ അന്നമ്മേ നീ എന്താടി പെങ്കൊച്ചേ കുന്തം പോലെ ചിന്തിച്ചു നിൽക്കണത് ഇല്ലമ്മേ ഒന്നുമില്ലമ്മച്ചിയെ ചുമ്മാതങ്ങ് ചിന്തിച്ചു നിന്നതാണേ ഇങ്ങനെ ഞാൻ ചിന്തിച്ചു നിന്നിട്ടാടി കെട്ടും മുമ്പേ കൊച്ചേ നിന്നെ പെറ്റത് അക്കാലം ഇതല്ലല്ലോ പൊന്നമ്മച്ചി ബുദ്ധിയുള്ള പെണ്ണുങ്ങളാ ഞങ്ങള് പെണ്ണിനൊക്കെ ബുദ്ധിയുണ്ടായാലും പച്ചമാങ്ങ തീറ്റിച്ചാണുകൾ മുമ്പുവെടി എന്റെ അമ്മേ അന്നമ്മേ നാളെയാണ് പെൺകൊടിക്ക് തന്തീശ്വരൻ ഈശൻ വിധിച്ചത് പൂക്കാലി മിന്നുമണി പൂക്കാലി മന്ത്രകോടി നൂറ്റ നൂലിൽ നല്ലോരേഴ് നൂലു പിരിച്ചതിൽ പൂക്കാലി കൊരുക്കണം പൂക്കാലി வாழ்வில் நீளே ஒன்னாய் வாழാൻ സന്തതി സൽഗതി ആദികൾ കൈവരുവാൻ കണ്ടില്ലേ കർപ്പൂര പന്തലില് ചെമ്പകപ്പൂ കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂര പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി അഞ്ജനവും കസ്തൂരിയും നിരത്തി ചമയിച്ച് നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും വിരുത്തി പെണ്ണവളെ മന്ദമാർ കൊണ്ടിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി ആൺപെണ്ണുകൾ സന്ദീപനാദി തൊട്ടി മണ്ണിൽ ആലാഹനായൻ മാർത്തോവൻ കാട്ടുന്ന മാർഗേ ചരിക്കണം ഈ വാഴ്വിൽ നീളെയും നിങ്ങൾ ആൺപെണ്ണുകൾ സന്ദീപനാദി തൊട്ടി മണ്ണിൽ ആലാഹനായൻ മാർത്തോവൻ കാട്ടുന്ന മാർഗേ ചരിക്കണം ഈ വാഴ്വിൽ നീളെയും നിങ്ങൾ മാറാനിശോ പദവിയിലെ മണർക്കോല പുതുമ കാൺമാൻ കൂറാന ബന്ധുക്കളും ഗുണമുടയ അറിവുള്ളോരും അപ്പനോട് അമ്മാവന്മാർ അയലാരും ബന്ധുക്കളും തേരാനാധനത്തെയൊത്ത് വേഗമോടെ തൻ പിതാക്കൾ പണ്ടിതു പണ്ടേ കപ്പലിൽ വന്നേ തൊമ്മക്കിനാനും കൂട്ടാരും ചേരക നാട്ടിൽ വന്നു പുകഴ്ന്നേ ഇപ്പരദേശി നാമൂറും വന്നവരിങ്ങോ വേരോടി വെറ്റു വളർന്നേ ഞാനായ ആസുരിയാനി കൂട്ടത്തിൽ വന്നണയുന്നേ കല്യാണം അയലുള്ളോരും അറിവുള്ളോരും അനുവാദങ്ങൾ ഇനി തന്നോണം പെണ്ണിനും പയ്യനും ചന്തവും ചാത്തിടുന്നേ ആ നട ഈ നട 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 നടയോ
നിയോഗം ജാഗോ ജാഗോ യാരോ സർവദാ നിയതം സകലം കർമ്മ നിബദ്ധം ആകെ ആകെ തൂ യേ കർ ദിഖാ. യുവർ ഓണർ, ഈ കസേരയിലോട്ട് ഇരിക്കാം. ഇല്ലില്ല, ഞാനിവിടെ നിന്നോളാം. മാറി നിൽക്കടോ. ഞാനാണോ താനാണോ ജഡ്ജ്? യുവർ ഓണർ, ഇന്ന് ഒരുപാട് കേസുകെട്ടുകളാ. ആ, ഓരോന്നോരോന്നായി വിളിക്കേ. എടോ, താൻ എവിടുന്ന് ഭക്ഷണം കഴിക്കാറ്? ഞാൻ ക്യാൻറ്റീന്നാ ഭക്ഷണം കഴിക്കുന്നത്. താൻ പോയി വരുമ്പോൾ ഒരു പൊതി എനിക്കും കരുതിക്കോ. അപ്പോൾ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നില്ലേ? ഇന്നലെ ബർത്ത്ഡേക്ക് വാങ്ങിയ സാരിയുടെ വില കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കെട്ടിയോള് പണങ്ങി. ഇന്ന് അത് കാരണം പട്ടിണിയാ. ഓ, അതാണോ? യുവർ ഓണർ, കേസ് വിളിക്കട്ടെ? വിളിച്ചോളൂ. കേസ് നമ്പർ 1/2025, പുട്ടുകുന്നേ മത്തായി മകൻ ഡിൻഡോ. കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും, ചക്കറ കാട്ടി വെടക്കായി വടക്കും തെക്കും നടന്നു നടുവൊടുക്കും. യുവർ ഓണർ, കഴിഞ്ഞ ആഴ്ച ഞാനൊരു തീപ്പെട്ടി വാങ്ങി. പെട്ടിയിൽ 100 കൊള്ളിന്ന് എഴുതിയിട്ട് അതിൽ 99 ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെയാ താൻ അറിഞ്ഞേ? എണ്ണി നോക്കിയോ? യെസ് യുവർ ഓണർ, ഞാൻ എണ്ണി നോക്കി. അത് താനെടുത്ത് കളഞ്ഞതാണെങ്കിലോ? വേറെ കുറെ തീപ്പെട്ടികൾ എണ്ണി നോക്കി, അതിലെല്ലാം 99 കൊള്ളികളേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വേലിയും കൂലിയും ഒന്നുമില്ലാലേ. തൊഴിലില്ലായ്മയാണ് പ്രധാന പ്രശ്നം. ഇതേതാട കമ്പനി? അവർക്കൊരു സമ്മൺസ് അയച്ച് ഹാജരാവാൻ പറയേ. കേസ് അടുത്ത മാസം 2-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. കേസ് നമ്പർ 2/2025. കബഡി കബഡി വിസിൽ ബിഗിൽ ബോം, വിസിൽ ബിഗിൽ കബഡി കബഡി വിസിൽ ബിഗിൽ ബോം. രട്ട ഒരു മൈൻഡ് നമ്പർ ലിട്ട ഫുൾ പവർ ജിഗർ, 2 കാലും വെച്ച് 2 കൈയും വെച്ച് കവർ കിഴിഞ്ഞ്. യുവർ ഓണർ, എൻ്റെ കക്ഷി ടുട്ടു പീടികയിലേക്ക് പോയപ്പോൾ കാശുണ്ടാക്കണമെന്ന ഒറ്റ ആഗ്രഹം മാത്രമുള്ള പോലീസ് എൻ്റെ കക്ഷി ടുട്ടുവിനോട് ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. വെറുതെ ഫൈൻ അടയ്ക്കാൻ പറയേ. അതല്ല, ഹെൽമറ്റ് വെക്കാണ്ടേ പോയേ. എന്തായിരുന്നു ഇത്ര അത്യാവശ്യം? ഹെൽമെറ്റ് വെക്കാൻ പോലും സമയമില്ലാതെ. അതു പിന്നെ സ്ട്രെസ് അടിച്ചിരുന്നപ്പോൾ ഡ്രസ്സ് മാറ്റാൻ ഒരു സിഗരറ്റ് പാക്കറ്റ് മേടിക്കാൻ പോയതാ. ആ, ബെസ്റ്റ്. ഹെൽമെറ്റ് വെക്കുന്നത് പോലീസിന് വേണ്ടിയാണോ? ഒരു കാര്യം ചെയ്യേ, കോടതിയുടെ വിലപ്പെട്ട സമയം കളഞ്ഞതിന് 5000 രൂപ ഫൈൻ അടച്ച് വക്കീലും ടുട്ടുമോനും സ്ഥലം കാലിയാക്ക്. ഓരോരോ ചീള് കേസും കൊണ്ട് വന്നോളും. വക്കീലിങ്ങോട്ട് വന്നേ. എന്താ ഇത് കഥ? 500 രൂപ ഫൈൻ അടയ്ക്കാൻ ഇപ്പോൾ 5000 രൂപയായി. അത് ഞാൻ ഇടപെട്ടത് കൊണ്ടാണ് ഇത്രയും ആയത്. ബൈ ദ ബൈ, എൻ്റെ വക്കീൽ ഫീസ് 20,000 രൂപയാണ് കേട്ടോ. ഗൂഗിൾ പേ ചെയ്താൽ മതി. പടയെ പേടിച്ച് പന്തളത്തു ചെന്നപ്പോൾ പന്തം കുളത്തി പട. ഓർഡർ ഓർഡർ. ഇനിയിപ്പോ ഓടന്നെ വഴിയുള്ളോ. കേസ് നമ്പർ 3/2025. എൻ്റെ അമ്മിനെ ഇയാൾ കൊന്നു. എന്തിനാടാ കൊന്നിട്ട്? ഞാൻ അനാഥനാണ്, പക്ഷെ ഗുണ്ടയല്ല. യുവർ ഓണർ, അമ്മിണി ഇയാളുടെ പശുവാണ്. ഞാൻ അതിനെ കൊന്നിട്ടില്ല. ഇയാളുടെ പശു എൻ്റെ വീട്ടിലെ മരത്തിൻ്റെ വിഷക്കായ തിന്നിട്ടാ ചത്തത് എന്ന് ഇയാൾ പറയുന്നു. പശു ചത്തതിന് ഞാൻ എങ്ങനെയാണ് ഉത്തരവാദിയാവുക? താൻ എവിടെയാ മരം നട്ടേക്കുന്നേ? എൻ്റെ പറമ്പിൽ. ഇയാളുടെ മതിലിനോട് ചേർത്താണ് ഇയാളത് നട്ടുപിടിപ്പിച്ചത്. എന്തിനാ വീട്ടിൽ വിഷമരം നട്ടേക്കണേ? നട്ടുപിടിപ്പിച്ചാൽ അതിൽ നിന്നും ആർക്കും ഉപദ്രവമൊന്നും പറ്റുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണ്. താനത് പാലിക്കാത്തതുകൊണ്ട് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. കേസിൻ്റെ വിധി മറ്റന്നാൾ ഉണ്ടായിരിക്കും.
അടുത്ത കേസ് വിളിക്കടോ. കേസ് നമ്പർ 4/2025. ഗുണ്ടകൾക്ക് വിവരമില്ല എന്നാണോ? ഹലോ, മാർക്ക്. ഓർഡർ ഓർഡർ. എന്താ നിങ്ങളുടെ കേസ്? ഇയാൾ ഒരു കോഴിക്കറി വെച്ചു. അതിന് നല്ല കാര്യമല്ലേ അത്? യുവർ ഓണർ, അതെന്റെ കോഴിയായിരുന്നു. എവിടെയാടോ ആ കോഴിക്കറി? ഞാനൊന്ന് പരിശോധിക്കട്ടെ. ദാ സാർ, ഇതാണ് ആ കോഴിക്കറി. താൻ എന്തിനാടോ ഇയാളുടെ കോഴിയെ കറി വെച്ചേ? ഇയാളുടെ കോഴി എന്നും രാവിലെ 3 മണിക്ക് കൂവാൻ തുടങ്ങും. കോഴിയാവുമ്പോ നേരത്തെ കൂവും. കോഴിയുടെ വായില് പഞ്ഞി തിരികെ വെക്കാൻ പറ്റുമോ? കോഴിയെ വളർത്തിയാൽ മാത്രം പോരാ, അതിനെ അടക്കി ഒതുക്കി വളർത്തണം. പഞ്ഞി തിരികേണ്ടി വന്നാൽ അതും ചെയ്യണം. താൻ ഇവിടെ ചിക്കൻ കറിക്ക് മാർക്ക് ഇടാൻ ഇരിക്കാണോ? മര്യാദയ്ക്ക് വിധി പറയടോ. ആ ടിഷ്യൂ ഒന്ന് എടുത്തേടോ. കേസിന്റെ വിധി എന്താന്ന് വെച്ചാ കേസ് മാറ്റി വിട്ടിരിക്കുന്നു. എടോ, പോകുമ്പോൾ ആ ചിക്കൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞിട്ട് പോണേ. അടുത്ത കേസ് വിളിക്കേ. കേസ് നമ്പർ 5/2025. രോഗികൾക്കും സംഘടിക്കാം മാതുരമീ നാട്ടിൽ. രോഗമൊരു കുറ്റമെങ്കിൽ ഡോക്ടറല്ലോ ദ്രോഹി. ആശുപത്രി നിങ്ങളൊക്കെ കാശുപത്രിയാക്കി. ലാബുകളോ നിശ്ചയിച്ചു കാശു കൈക്കലാക്കി. വെള്ളുവെള്ള വേഷമിട്ട് വരുന്നൊരു വൈദ്യരിക്ക് മരുന്നിനും വിരുന്നിനും പണം കൊടുത്തു 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 മുടിഞ്ഞല്ലോ. ഒരു ഡോക്ടറും പേഷ്യന്റും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇതെന്താ ആശുപത്രിയോ? പറയൂ, എന്താ നിങ്ങളുടെ കേസ്? യുവർ ഓണർ, എനിക്ക് പെട്ടെന്നൊരു വയറുവേദന വന്നു. പരിശോധിച്ച് നോക്കിയപ്പോൾ മനസ്സിലായ ഇയാളാണ് എൻ്റെ കിഡ്നി അടിച്ചു മാറ്റിയെന്ന്. എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം യുവർ ഓണർ. ഡോക്ടർ, താൻ എന്തിനാടോ ഇയാളുടെ കിഡ്നി അടിച്ചു മാറ്റിയേ? യുവർ ഓണർ, ഒരു കിഡ്നി ഉണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് സുഖമായി ജീവിക്കാം. വെറുതെ പൊടി പിടിച്ചിരിക്കണ്ടല്ലോ എന്ന് കരുതി ഒരെണ്ണം മാത്രം ഒരാളുടെ ജീവരക്ഷയ്ക്ക് അടുത്തതാ. ഇയാൾക്കതിൻ്റെ ഭാരം താങ്കണ്ടല്ലോ. അതിന് താൻ തൻ്റെ കിഡ്നിയെ ദാനം ചെയ്യണ്ടേ, അല്ലാതെ വല്ലവൻ്റെ അല്ല. യുവർ ഓണർ, കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാ ഞാൻ ഡോക്ടറായേ. കടം വീട്ടാൻ എൻ്റെ കിഡ്നി എന്നേ വിറ്റു. ഇതുവരെ എനിക്കൊരു പ്രശ്നവും ഇല്ല. പഠിക്കണ കാലത്ത് നേരെ ചൊവ്വെ പഠിച്ചിരുന്നേൽ വല്ലവൻ്റെ കിഡ്നി അടിച്ചു മാറ്റേണ്ട വല്ല കാര്യമുണ്ടോ? ഇയാളെ കേസ് വിധി പറയാനായി അടുത്ത മാസം 8-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. തനിക്ക് വേണ്ട നീതി ഈ കോടതി വാങ്ങിത്തരും. താൻ അയാൾക്ക് നഷ്ടപരിഹാരം കൊടുത്തേ പറ്റൂ. എത്രയെന്ന് പിന്നീട് അറിയിക്കാം. കഴിഞ്ഞോടോ കേസ്? എന്തൊക്കെ കുലുമാലാണ് ഇവിടെ. ഇന്നത്തെ അവസാനിച്ചു. ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. പക്ഷേ ഇതല്ല, ഇതിനും അപ്പുറം സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.
മോചനമായി തിരയിലും കണ്ടു നാഥ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾ നോവിലും നിടറുമെൻ വഴിയിലും നാഥ നിന്നെ ഞാൻ കണ്ടു. യേശുനാഥ നിന്നെ കണ്ടു. യേശുവിൻ നാമത്തെ വാഴ്ത്തിപ്പാടാം. വിരിയുമീ തളിലും കണ്ടു എരിയുമീ തിരയിലും കണ്ടു. എന്നിലെ ശ്വാസമായി നീ നിറഞ്ഞു. എന്നാത്മാവിൻ നാളമായി നീ തെളിഞ്ഞു. ഈ നാദത്തിലും അതിൻ രൂപത്തിലും മഴവില്ലിലും തിങ്കളിൻ ചന്തത്തിലും ഈ സ്വരമേഴിലും യേശുനാഥ നിന്നെ കണ്ടു. മഴയിലും വെയിലിലും കണ്ടു. ഇരവിലും പകലിലും കണ്ടു. നാഥ നിന്നെ ഞാൻ കണ്ടു. ചുമടിതിൻ ചുമലിലും കണ്ടു. മുറിവിതിൻ അറിവിലും കണ്ടു. മുൾമുടിച്ചോരയിൽ ഞാൻ കരഞ്ഞു. എൻ പാപത്തിൻ ഭാരം നീ പേരി നിന്നു. ഈ വാനത്തിലും മരുതീരത്തിലും ഇളം കാറ്റിലും പൂങ്കുയിൽ ഗാനത്തിലും എൻ മിഴിനീരിലും യേശുനാഥ നിന്നെ കണ്ടു. മഴയിലും വെയിലിലും കണ്ടു. ഇരവിലും പകലിലും കണ്ടു. നാഥ നിന്നെ ഞാൻ കണ്ടു. വാഴ്ത്തിപ്പാടാം, വാഴ്ത്തിപ്പാടാം. യേശുവിൻ നാമത്തെ വാഴ്ത്തിപ്പാടാം. കത്തെഴുതി ഞാൻ ക്ഷീണിച്ചു. എന്തുമാത്രം സംശയങ്ങളാ, അതും ഈ നിസാര കാര്യങ്ങൾക്ക്. നൊവേനയാണോ കുർബാനയാണോ വലുത്? കുർബാനയ്ക്ക് പകരം ആരാധനയ്ക്ക് ഇരുന്നാൽ പോരെ? ഓരോരോ സംശയങ്ങളെ. എത്ര പ്രാവശ്യമായി പറയുന്നു കുർബാന കഴിഞ്ഞിട്ടേ വേറെ എന്തും ഉള്ളൂ എന്ന്. എന്താ പൗലോസ് വല്യപ്പ ഇത്ര ടെൻഷൻ? കത്തെഴുതി തീർന്നില്ലേ?
എങ്ങനെ തീരാനാ? വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ സംശയങ്ങളല്ലേ. കത്തെഴുതൽ ഞാൻ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുക. എനിക്ക് ഭൂമിയിലൊക്കെ ഒന്ന് കറങ്ങി വരണം. അവിടുത്തെ ആൾക്കാരെ ഒന്ന് നേരിട്ട് കണ്ടാലോ എന്ന് വിചാരിക്കുക. അയ്യോ വല്യപ്പ, തനിച്ചു പോകണ്ട. വല്യപ്പൻ ജീവിച്ച കാലമൊക്കെ മാറി. കൂട്ടിന് ആരെങ്കിലും കൊണ്ടുപോയിക്കോ. ആരെ കൊണ്ടുപോകാനാ? പറ്റിയ ഒരാളുണ്ട്. ഈയിടെ വിശുദ്ധനായ കാർലോ അക്യൂറ്റസ് ഇല്ലേ, ആള് ബെസ്റ്റാ. കാർലോ ചേട്ടൻ ന്യൂജൻ വിശുദ്ധനാ. അവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ നന്നായി അറിയുന്ന ആളാ. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഇത്ര ചെറുപ്പത്തിലെ ആളെങ്ങനെ വിശുദ്ധനായത്? ദിവ്യകാരുണ്യ അത്ഭുതങ്ങളൊക്കെ കണ്ടെത്തി ശേഖരിച്ച് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി ഈശോയെ അറിയാത്ത ഒരുപാട് പേരിലേക്ക് എത്തിച്ചു. കൊള്ളാലോ. ഇതാ പറഞ്ഞു തീർന്നില്ല, അതേ ആളെത്തി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഭൂമിയിലൊക്കെ ഒന്ന് പോയി വന്നാലോ? അതിനെന്താ, ഞാനും ആഗ്രഹിച്ചിരിക്കുക. ഇത് പുത്തൻ കാലം, പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം. ലോകം വല്ലാതെ മാറിയല്ലേ. എല്ലാവരും ഭയങ്കര തിരക്കിലാണല്ലോ. അതേ വല്യപ്പ, ശരിക്കും. ഇതെന്തു കുന്ത്രാണ്ടത്? എല്ലാവരുടെ കയ്യിലും ഇരുന്ന് മിന്നുന്നുണ്ടല്ലോ. ഇവിടത്തെ രാജാവ് കൊടുത്ത പുതിയ വജ്രം വല്ലതുമാണോ? ഓ അതോ, കാലം മാറിയില്ലേ. അത് മൊബൈൽ ഫോണാ വല്യപ്പ. പണ്ട് വല്യപ്പൻ കത്തെഴുതിയിരുന്നില്ലേ, അതിനു പകരം ഇപ്പോൾ ഇതാ എല്ലാവരുടെയും കയ്യിലും. ഞാനും സുവിശേഷം പ്രഘോഷിക്കാൻ ഇതുപോലെ ഒരു മാധ്യമ ഉപയോഗിച്ച്. ശക്തിയുള്ളവന്റെ കുട പിടിക്കും അൽപ്പരെ, കണ്ണുനീരിനൊപ്പ് കറിയിലിട്ട സ്വാർത്ഥരെ. നന്ദി മാഞ്ഞു ഭൂതകാലം, ഇന്നിവന്റെ ഊഴം. കൺതുറന്ന് കണ്ണിറച്ച് കാണുക മോണെ ജാട. പച്ചയായ ജാട, പുച്ഛമാണ് പോള, ഒന്നിടഞ്ഞു നോക്കടാ ജാട. ചുറ്റുമിന്ന് സൂയ, വലിയവർക്ക് പോലും ഇന്ന് ദുഃഖമാ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈക്കിൾ വ്ളോഗ്സ്. ഞാനിപ്പോൾ ഉള്ളത് കുന്നിത്തുരുത്തെന്ന കൊച്ചു ഗ്രാമത്തിലാണ്. നമുക്കിന്ന് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അനാവശ്യ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ഇന്നത്തെ വ്ളോഗ് ഫണ്ണാക്കാം. വരൂ. ഇവിടെ വളരെ വെറൈറ്റി ഔട്ട്ഫിറ്റിൽ ഒരു ഗ്രാൻഡ് പ നിൽക്കുന്നുണ്ട്. നമുക്ക് ഗ്രാൻഡ് പേ ഒന്ന് പരിചയപ്പെടാം. ഇത് താങ്കളുടെ ഗ്രാൻഡ് പേ ആണോ? അല്ല, ഇതെൻ്റെ. ഓക്കെ ഗ്രാൻഡ് പ. എവിടുന്ന് ഗ്രാൻഡ് പേക്ക് ഈ ഔട്ട്ഫിറ്റ് കിട്ടിയത്? എന്താണ് ഈ ഔട്ട്ഫിറ്റിൻ്റെ വെർത്ത്? വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാമോ? നാശത്തിലേക്കാണ് എൻ്റെ പോക്ക്. ചിൽ ഗ്രാൻഡ് പ, ചിൽ, കൂൾ ഡൗൺ. തലതിരിഞ്ഞ് നടക്കുന്ന നിന്റെ അനിയത്തി ഇപ്പോൾ വീട്ടിലൊക്കെ കയറാറുണ്ടോ? അതൊക്കെ അപ്പാപ്പനെ എങ്ങനെയാ അറിയണേ? നീ എന്തായാലും അനിയത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. വല്യപ്പ, നമുക്ക് അപ്രത്യക്ഷരായിട്ട് നടക്കുന്നതാ ബുദ്ധി. ശരിയാ, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തന്മാർ വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിട്ട പോത്ത്. മുന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്. ഇത് എൻ പാത, എൻ അധികാരം, വഴി തെറ്റാനും ഉണ്ടവകാശം. സുഖ സന്തോഷമാണ് പ്രധാനം, ഇനി മറ്റേതുമില്ല വിചാരം. കഴിഞ്ഞ ആഴ്ച റഷ്യയിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയ വേപ്പിൻ്റെ പൈസ നീ തന്നിട്ടില്ല കേട്ടോ. വീടിന്റെ ജപ്തി നോട്ടീസ് മേടിച്ചിരിക്കുമ്പോഴാ അവൻ്റെ ഒരു വെയ്പ്പിന്റെ കാശ് നീട്ട് ഒഴിച്ചേടാ ചക്ക. ഇത് കൂടിയ സാധനം കേട്ടോ. ഇതടിച്ച് നീ എപ്പോൾ വടിയായെന്ന് ചോദിച്ചാൽ മതി. നിനക്കൊന്നും ഇത് താങ്ങില്ല. ഈ വാട്ടസാനല്ല, നിന്റെ ഒപ്പം പൗലോസ് വെറ്റില വെച്ച് മാറ്റിയ പട്ടച്ചാരാൻ വരെ ഒറ്റയ്ക്ക് വലിച്ചു തീർത്ത ആളായി പള്ളിക്കൽ റോസി. കാർലോ, ആ കുട്ടി എന്നെ ഇപ്പോൾ വിളിച്ചോ? ഓ, അവിടെ എന്തോ സുവിശേഷ പ്രഘോഷണം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വാ, നമുക്കും കൂടെ പോയി നോക്കാം. അയ്യോ വല്യപ്പ, ഇതല്ല. അവരവിടെ ഇരുന്ന് പുകവലിക്കുകയും കള്ളും കുടിക്കുകയും ഒക്കെ ചെയ്യുക. അന്നും ഉണ്ടായിരുന്നു ഇങ്ങനെ കുറേ എണ്ണം. വീഞ്ഞും കുടിച്ച് ലഹരി പിടിച്ച് നാടിനും വീടിനും കൊള്ളരുതാത്ത കുറേ താന്തോന്നികൾ. ദൈവം കനിഞ്ഞു തന്ന ആയുസിനെ വെട്ടിക്കുറച്ച് നരകക്കുഴിയിൽ ചാടാൻ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുക ഇവരൊക്കെ. ശരിയാ വല്യപ്പ, ഇവരൊക്കെ നേരെയാക്കാൻ എന്താ ഒരു വഴി? അതിനെങ്ങനാ? വീട്ടിൽ നിന്ന് കാണിച്ചു കൊടുത്താലല്ലേ. ഒന്തയും പ്രാർത്ഥനയും ഒന്നുമില്ല. എല്ലാവരുടെയും തലതിരിഞ്ഞു പോയെന്നാ തോന്നുന്നേ. ആരെ കാണിക്കാനാണ് നീ ആത്മഹത്യ ശ്രമം നടത്തിയേ? കള്ളും കഞ്ചാവും അടിച്ച് കരളും കൊമ്പും വാട്ടി ആയുസ് തീരാറായിട്ടും മതിയാക്കാറായില്ലേ അവൾക്ക്?
നീ ഒരു പെണ്ണാന്നുള്ള വിചാരമെങ്കിലും ഉണ്ടോ നിനക്ക്? എന്തേ, ആണുങ്ങൾക്ക് മാത്രം ഇതൊക്കെ ആകാവൂന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? കൊന്തയും പ്രാർത്ഥനയും പള്ളിപ്പോക്കും ഒന്നുമില്ലാണ്ടായി. പിന്നെ ഒരു പ്രാർത്ഥനക്കാരൻ വന്നിരിക്കണു. മോൻ ചെല്ലേ, വിശുദ്ധനാവണമെന്നൊക്കെയാ മോഹം. ഉവ്വേ. ദായിരിക്കുന്നു റോസി. ഈശോയെ കൊടുത്താലോ അവൾക്ക്? എന്താ നിന്റെ പ്ലാൻ? അവളുടെ കുടുംബക്കാർക്ക് വളരെ അടുപ്പമുള്ളൊരു വൈദികനുണ്ട്. ഒരുപാട് സഹായിച്ചിട്ടുള്ളത് അവരെ. ഈ അവസരത്തിൽ അച്ഛൻ പറഞ്ഞാൽ അവൾ കേൾക്കാതിരിക്കില്ല. ഞാൻ ആ അച്ഛന് ഒരു ധ്യാനത്തിൻ്റെ SMS അയക്കാം. ആ, നീ ശ്രമിച്ചു നോക്ക്. ദാ, ഇത് ദേവസ്യച്ഛനാ, സംസാരിക്കേ. ഓ, അച്ഛനെന്താ ഈ നേരത്ത്? ആ അച്ഛാ പറ. ഓക്കെ, ആലോചിച്ചിട്ട് വിളിക്കാം അച്ഛാ. പിന്നെ ധ്യാനം, എല്ലാവരും കൂടി എന്നെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുക. SMS വർക്കായില്ലെന്ന് തോന്നുന്നു. ഇരിപ്പ് കണ്ടിട്ട് ധ്യാനത്തിന് പോകുന്ന ലക്ഷണമില്ല. വേറെ ഇപ്പോൾ എന്താ ചെയ്യുക? കാലങ്ങളായി പയറ്റി ജയിച്ച ആ തന്ത്രം തന്നെ ഇനി ഉപയോഗിക്കാം. അതെന്ത് തന്ത്ര? എല്ലാ കാലത്തും ഏത് പ്രശ്നത്തിനും പരിഹാരം കാട്ടിത്തരുന്ന ഏക പോംവഴി, അവളുടെ മുമ്പിലിരിക്കുന്ന ബൈബിൾ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? മത്തായി 16-ാം അധ്യായം 26-ാം വാക്യം. ഹലോ അച്ഛാ. അച്ഛൻ ധ്യാനം എന്നാന്നാ പറഞ്ഞേ? ആ, ഞാൻ പൊക്കോളാം. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു മൈക്കിൾ വ്ളോഗ്സ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ ഒരു സാക്ഷ്യമായിട്ടാണ്. കഴിഞ്ഞ ആഴ്ച ഞാനിട്ടൊരു വീഡിയോയിൽ ആ വല്യപ്പൻ പറഞ്ഞ പോലെ എൻ്റെ അനിയത്തി വൻ അലമ്പാറുന്നു. പക്ഷേ ഇപ്പോൾ നിക്ക് ബാക്കി ഞാൻ പറയാം. എൻ്റെ പേര് റോസി. ഈ നിൽക്കുന്ന മൈക്കിളിൻ്റെ ഒരേ ഒരു അനിയത്തി. കള്ള്, കഞ്ചാവ്, MDMA തുടങ്ങി ഈ നാട്ടിലും വിദേശത്തും കിട്ടുന്ന എല്ലാ ലഹരി വസ്തുക്കളും ഉപയോഗിച്ച് നോക്കിയിട്ടും കിട്ടാത്ത ഒരു ലഹരി, അതിനെപ്പറ്റി പറയാനാണ് ഞാനിപ്പോൾ നിൽക്കണേ. മറ്റൊന്നുമല്ല, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഇതിലുണ്ട്. എൻ്റെ മാത്രമല്ല, നിങ്ങളുടെയും. എന്തായാലും കണ്ണി കണ്ടതൊക്കെ ട്രൈ ചെയ്ത് 3G ആയിരിക്കുവാണല്ലോ. എന്നാൽ പിന്നെ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നഷ്ടമൊന്നും എന്തായാലും ഉണ്ടാവില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി. പിന്നെ എൻ്റെ ചേട്ടനെ പോലെ പ്രാർത്ഥിക്കാൻ കുറച്ച് ആൾക്കാരെ കൂടി സപ്പോർട്ടിന് കിട്ടിയാൽ അടിപൊളി. മതി. ദിസ് ഈസ് മൈക്കിൾ ആൻഡ് റോസി സൈനിങ് ഓഫ്. ബൈ. ഈ പാട്ട് ഓക്കെ അല്ലേ? നോക്കിയേ. ആ, ഇത് മതി. വേഗം വെച്ചോ, എല്ലാവരും വിളിക്കേ. കണ്ടാലും എത്ര വലിയ കരുണയെന്നെ ചൊരിഞ്ഞ് ചങ്കു പിഴിഞ്ഞെടുത്തൻ കരകൾ കഴുകി നന്നായി. കണ്ടാലും എത്ര വലിയ കരുണയെന്നെ ചൊരിഞ്ഞ് ചങ്കു പിഴിഞ്ഞെടുത്തൻ കരകൾ കഴുകി നന്നായി. ആളൊഴിഞ്ഞ വിടുപോലിരുന്നെന്റെ ആയുസിനെ രാജകോലാഹലം കൊണ്ടു നിറച്ചു ജീവിപ്പിച്ച് ആനന്ദത്തോടെയാടും എൻ കാൽകൾ.
മനമായി നാം ചേരും നീടം ഒരേ സ്വരമായി നാം പാടും നീടം നിത്യസ്നേഹത്തിൻ കൈകളാൽ അവൻ എന്നെ പൊതിയും കൂടാരം നിത്യസ്നേഹത്തിൻ കൈകളാൽ അവൻ എന്നെ പൊതിയും കൂടാരം തനനാനേ നാനേ നാനേ തനനാനേ നാനേ നാനേ തനനാനേ നാനേ തനാനേ തനനാനേ നാനേ നാനേ തനനാനേ നാനേ നാനേ തനനാനേ നാനേ തനാനേ വഴിയോരം തളരുന്നോർക്കും വഴി തെറ്റിയകലുന്നോർക്കും ചേക്കേറാനിടമുണ്ടിവിടെ ഭാരം ചുമക്കുന്നോർക്കും തുണയില്ലെന്നോർക്കുന്നോർക്കും തുണയാകാൻ അവനുണ്ടിവിടെ വേറേതൊരിടവും പോരാ അവനിടവക ഇതുപോലുണ്ട് പാരിൽ പറുദീസ പണിഞ്ഞിടാം സ്നേഹത്താൽ കൈകൾ കോർക്കാം സഭയോടു ചേർന്നിരിക്കാം ഭൂവിൽ അവൻ രാജ്യം വന്നിടാൻ ഒരേ മനമായി നാം ചേരും നീടം ഒരേ സ്വരമായി നാം പാടും നീടം നിത്യസ്നേഹത്തിൻ കൈകളാൽ അവൻ എന്നെ പൊതിയും കൂടാരം നിത്യസ്നേഹത്തിൻ കൈകളാൽ അവൻ എന്നെ പൊതിയും കൂടാരം തനനാനേ നാനേ നാനേ തനനാനേ നാനേ നാനേ തനനാനേ നാനേ തനാനേ ഓ തനനാനേ നാനേ നാനേ തനനാനേ നാനേ നാനേ തനനാനേ നാനേ തനാനേ തനനാനേ നാനേ നാനേ തനനാനേ നാനേ നാനേ തനനാനേ നാനേ തനാനേ തനനാനേ നാനേ നാനേ തനനാനേ നാനേ നാനേ തനനാനേ നാനേ